ശബ്ദത്തിന് ലഭിക്കുന്ന പ്രാധാന്യം മണലാരണ്യത്തിൽ റേഡിയോ നിലയങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണൊരുക്കി. FM, AM ബാൻഡുകളിലായി എണ്ണമറ്റ റേഡിയോ നിലയങ്ങളാണ് ഇന്നുള്ളത്. അവയിൽ ഭൂരിഭാഗവും UAE-യിൽ നിന്ന്. തിരക്കിന്റെ നഗരങ്ങളിൽ, വാഹനങ്ങളിലും ജോലിസ്ഥലത്തും ഒരു ഹെഡ്ഫോൺ അകലത്തിൽ വിനോദവും വിജ്ഞാനവും വാർത്തകളുമായി വരുന്ന റേഡിയോ ജോക്കികൾ പ്രവാസികൾക്ക് പ്രിയപ്പെട്ടവരായി മാറുക സ്വാഭാവികം. റേഡിയോ നിലയങ്ങളും അതിലെ ജോക്കികളും ഗൾഫിനെ, പ്രവാസി സമൂഹത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാൻ ഇതാ ഒരു അവസരം. ഇതുവരെ നിങ്ങൾ കേട്ടതിനപ്പുറമുള്ള അവരുടെ തൊഴിൽ പരിസരത്തെ കൂടി ഈ സംവാദത്തിലൂടെ അടുത്തറിയാം. ഗൾഫിലെ റേഡിയോയിലെ ഈ ശബ്ദങ്ങൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നു സാൻഫോർഡ് ടീ ടോക്കിലൂടെ. കം ലെറ്റ്സ് ചാറ്റ്. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. സാൻഫോർഡ് ടീ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. റേഡിയോ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അത് പലതരത്തിലുള്ള സ്വാധീനമുണ്ടാവാം. സങ്കടം, സന്തോഷം, സൗഹൃദം, അങ്ങനെ പലതും. ലെറ്റ്സ് കണ്ടിന്യൂ ദ ചാറ്റ് ഓൺ സാൻഫോർഡ് ടീ ടോക്ക്. ഇന്നത്തെ ടീ ടോക്കിൽ ഷാബു 9 വർഷമായി UAE-യിൽ ഹിറ്റ് FM റേഡിയോ സ്റ്റേഷനിൽ ന്യൂസ് ഹെഡായി ജോലി നോക്കുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി. മാധ്യമ ജീവിതത്തിനിടയിൽ CP ശ്രീധരൻ മെമ്മോറിയൽ ജേർണലിസ്റ്റ് അവാർഡ്, സഹൃദയ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഷാബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. സമകാലിക സംഭവങ്ങൾ ആസ്പദമാക്കി യഥാർത്ഥ പാവകളിക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഭാര്യയും മക്കളോടുമൊപ്പം ദുബൈയിൽ താമസം. ഷാലു ഫൈസൽ 15 വർഷമായി UAE-യിൽ. കൊല്ലം ചാത്തന്നൂരാണ് സ്വദേശം. 12 വർഷത്തോളമായി റേഡിയോ അവതാരക. സൂപ്പർ FM-ൽ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ കം പ്രസന്ററായി ജോലി ചെയ്യുന്നു. ബെസ്റ്റ് RJ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം ലഭിച്ചു. ഭർത്താവിനും മക്കൾക്കുമൊപ്പം ദുബൈയിൽ താമസം. സുൽഫിക്കർ റെജി മണ്ണേൽ 19 വർഷമായി UAE-യിൽ. കൊല്ലം കരുനാഗപ്പള്ളിയാണ് സ്വദേശം. 13 വർഷമായി റേഡിയോ അവതാരകൻ. വോയിസ് ഓഫ് കേരള റേഡിയോയിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമിംഗ് ഡയറക്ടർ. ഒപ്പം TV-യിലും പരിപാടികൾ നടത്തുന്നു. ഗൾഫിലെ മികച്ച റേഡിയോ അവതാരകനുള്ള MBA പുരസ്കാരം നേടി. ഭാര്യയും കുട്ടികളുമൊപ്പം ദുബൈയിൽ താമസം. വീരു 3 വർഷമായി UAE-യിൽ. കണ്ണൂരാണ് സ്വദേശം. ഗോൾഡ് FM റേഡിയോയിൽ അവതാരകൻ. നേരത്തെ നാട്ടിലും റേഡിയോ ജോക്കി. നിരവധി ഷോർട്ട് ഫിലിമുകളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. നാക്ക് ഉളുക്കുക അല്ലെങ്കിൽ ഉടക്കുക, ഇത് ലൈഫിൽ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിൽ ഏറ്റവും മോശമായിട്ടുണ്ടായിട്ടുള്ളത് എന്താണ്? പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ, ജനങ്ങൾ കേട്ടതാണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ വയ്യ. ഞാൻ പലപ്പോഴും അങ്ങനെ ഈ ട്വിസ്റ്റ് പറഞ്ഞു പോയിട്ട് അത് ഞങ്ങൾ തന്നെ പറഞ്ഞ് ഡ്യുവൽ ജോക്ക് ആയതുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞ് അതിനെ തമാശയാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ഒരുപാടുള്ളതുകൊണ്ട്. ഷാബു, ന്യൂസിൽ നാക്കുളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ട്. കാരണം ഞാൻ കമന്ററി പറയുന്ന സമയത്ത്, ക്രിക്കറ്റ് കമന്ററി പറയുന്ന സമയത്ത് ഒരു മാച്ചിൽ പന്ത് കുത്തനെ ഉയർന്നു, ഹർഭജൻ സിംഗ് അത് ക്യാച്ച് ചെയ്തു എന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞത് 10 കുന്തനെ ഉയർന്നു, ഹർഭജൻ സിംഗ് അത് ക്യാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കമന്ററിക്കിടയിലാണ് കൂടുതൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത. കാരണം കണ്ടിന്യൂസ് നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രണയം എന്ന് പറഞ്ഞത് പ്രളയം എന്നായിപ്പോയി. അതിന് അടുത്ത് വന്ന കമന്റ് ആണ് രസകരം. പ്രണയം എന്ന് പറയുന്നത് ഷാരു പ്രളയം തന്നെയാണല്ലോ. അതാണ് അതെനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് ഇപ്പോഴും ഈ ഒരു സമയത്ത് ഞാൻ മുമ്പ് വിചാരിച്ചിട്ടുണ്ട്, ക്രിസ്റ്റിനറിയാം, വർഷങ്ങളായിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് രാത്രി മാത്രമാണ് ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൂപ്പർ 94.7 FM-ലാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്തും ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്നെ കേൾക്കാൻ ഇഷ്ടമാണ്. ന്യൂസിലെ നാക്കുളുക്ക് ഒരുപാട് തവണ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിന് ഇനി 10 കുന്തനെ ഉയർന്നെന്ന് പറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല അവിടെ. പക്ഷെ അത് ന്യൂസിനകത്താകുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് മലയാളിയുടെ ഒരു കൾച്ചർ. കാരണം വാർത്ത എന്ന് പറയുന്നത് അവൻ്റെ സംസ്കാരമാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ഒപ്പമാണ്. നമ്മൾ ലോകത്ത് നടക്കുന്നതൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഗൾഫിൽ ഇപ്പോൾ എല്ലാ പത്രങ്ങളുടെയും എഡിഷൻ വന്നു കഴിഞ്ഞു, എല്ലാ ന്യൂസ് ചാനലുകളുടെയും ഓഫീസുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇഷ്ടംപോലെ ചാനലുകൾ വന്നു കഴിഞ്ഞു, റേഡിയോ സ്റ്റേഷൻ വന്നു കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് പല അവസരങ്ങളിലും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നമ്മൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ ഞാൻ പറ്റാത്ത. ഓർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഫുട്ബോൾ താരങ്ങളെന്ന് പറഞ്ഞ അവസാനം ഫുട്ബോൾ തോരങ്ങളായി ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇത് സംഭവിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതിന് നേരത്തെ അല്ല അതിന് ഇൻസ്റ്റന്റ് ആയിട്ടൊരു കമന്റ് കൂടെ വരും, ആ തോരങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ നമ്മൾ തുമ്മിപ്പോകുന്ന അനുഭവങ്ങൾ തുമ്മലും ഒരിക്കലും ചുമയൊക്കെ. അത് മാത്രമല്ല ക്രിസ്, വേറൊരു കാര്യമുണ്ട്. മുമ്പ് ആകാശവാണിയുടെ കാര്യം പറഞ്ഞു. ആകാശവാണിയുടെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ശ്രോതാവിന്റെ റെസ്പോൺസ് നമുക്ക് ഉടൻ തന്നെ കിട്ടില്ല. ഇപ്പോഴും അങ്ങനെയല്ല. നമ്മളൊരു വാക്ക് പറഞ്ഞു തീരുന്നതിന് മുന്നേ അതിന്റെ റെസ്പോൺസ് നമുക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആൾക്കാരുമായിട്ട് നമ്മൾ അത്രത്തോളം നമ്മൾ അടുപ്പമുണ്ട്. പക്ഷെ ആ അടുപ്പം പലപ്പോഴും നമുക്ക് ദോഷവും ഉണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ ഈ അടുപ്പം ദോഷം ഉണ്ടാക്കിയ അനുഭവങ്ങളുണ്ടോ? അല്ല, എനിക്ക് ഇതിപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ചെറിയ ചെറിയ അബദ്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ പറഞ്ഞത്. തെറ്റുകൾ പറയുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്ക് ചുമച്ചതോ. അപ്പം അത് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ന്യൂസിനിടയിലാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് ആളുകൾ ശ്രദ്ധിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നതും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് റേഡിയോയിൽ വളരെ അതിശയം എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ചില സംഭവങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ടീമിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു ഒന്നും ഉണ്ടാവില്ല, ലിസണേഴ്സിൻ്റെ റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് എന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഒരാളിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞാൻ വളരെ എക്സ്ക്ലൂസീവായിട്ടാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല. നമ്മുടെ ഓഫീസിൽ നിന്നില്ല, വീട്ടിൽ നിന്നില്ല, ക്ലോസ് ഫ്രണ്ട്സിൽ നിന്നില്ല, റിലേറ്റീവ്സ് ഒന്നുമില്ല, ലിസണേഴ്സ് ആരും പ്രതികരിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് പിന്നീട് ധൈര്യം തന്നത് എത്രയോ വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ പറഞ്ഞൊരു സാധനം 7-10 വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണാനിടയായ ഒരാൾ അന്ന് ഈ ഒരു വ്യക്തിയെപ്പറ്റി താങ്കൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഈ കൊച്ചു കൊച്ചു ചുമയും പരാതിയും ഗ്യാപ്പുകളും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല കാര്യങ്ങളും എവിടെയൊക്കെയോ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്, നമ്മളോട് പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ നയിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ളത് കൊടുക്കുക എന്നുള്ള ഒരു പോളിസി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ഒന്നും നിസ്സാരമാവരുത്. ഇപ്പോൾ ഒരു പാട്ടിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാനൊരു ലൈവ് ഷോയിൽ ഒരു പാട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്നത് മാക്സിമം ആത്മാർത്ഥമായിട്ട് എന്തൊക്കെ കളക്ട് ചെയ്ത് പറയാൻ പറ്റുമോ അത് ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു പാട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഇത് പരദേശി എന്ന ചിത്രത്തിൽ അല്ലെങ്കിൽ വേറൊരു ചിത്രത്തിലെ ഗാനം, കിലുക്ക വന്ന ചിത്രത്തിലെ ഗാനം എന്ന് മാത്രം പറഞ്ഞാലും ആളുകൾ സ്വീകരിക്കും. പക്ഷേ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവ് നമ്മളെക്കാൾ അറിവുള്ളവനാണ്. ഈ പരദേശി എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനം ഏത് സമയത്ത് ആരെഴുതി എന്തിനാണ് ഈ പാട്ട് എഴുതിയത് ഇതൊക്കെ അറിയുന്ന ആളാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു വിവരം കൂടി നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടും ഒരു പ്രത്യേകത തോന്നുന്നത്. അത് റേഡിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രോതാവും അവതാരകനും തമ്മിലൊരു ബന്ധം ദൃഢമാവുകയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ ചുമയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചുമച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിക്കിയത് കൊണ്ടോ അത് തെറ്റായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. മറുപടി വരുന്നത് ചുക്ക് കാപ്പി രാവിലെ കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അതാണ് കുറച്ചുകൂടെ അതാണ് കുറച്ചുകൂടെ